ബൈജു, ഇതിപ്പോ മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, കണ്ണൂരിലേക്ക് വന്നാൽ അവിടെയും നിരവധി മണ്ഡലങ്ങൾ, അവിടെയൊക്കെ UDFന്റെ ഒരു തിരിച്ചുവരവ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണുന്നുണ്ട്. കോഴിക്കോടും സമാനമായ സ്ഥിതിയുണ്ട്. എന്താണ് ഒരു ആത്മവിശ്വാസം? അവിടുത്തെ പ്രാദേശിക നേതൃത്വമൊക്കെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ UDF നേതൃത്വമൊക്കെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കിട്ട ആലോചനകളിലും മറ്റുമാണോ? അതെ രഞ്ജിത്തെ, കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇതിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 60 സീറ്റുകളാണുള്ളത്. ഇതിൽ നിലവിൽ 37 LDF, 21 UDF എന്നാണ് കണക്ക്. പക്ഷേ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം നേരെ റിവേഴ്സ് ആണ്. അതായത് 40 സീറ്റ് വരെ UDFന്, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മലബാർ മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഏറ്റവും പ്രധാനമായ സീറ്റുകൾ ലഭിച്ചത് ഈ ഒരു മേഖലകളിൽ നിന്നാണ് വേണം ഓർക്കാൻ. എന്തായാലും കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിൽ 5, അതായത് 2 മുതൽ 5 വരെ സീറ്റുകൾ UDFന് ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പേരാമ്പ്രയിലാണ്. സണ്ണി ജോസഫ് പേരാമ്പ്രയിൽ വിജയിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതായത് ശക്തമായ മത്സരം നടന്ന, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കെ ശൈലജയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തമ്മിൽ മത്സരം. അവിടെ സണ്ണി ജോസഫിന് നേരിയ മേൽക്കൈയാണ് മിക്ക എക്സിറ്റ് പോളും പറയുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കണ്ണൂരിൽ ഇത്തവണ UDFന് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. നിലവിൽ 11-ൽ 9 സീറ്റുകളാണ് ഇപ്പോൾ കണ്ണൂരിലുള്ളത്. അത് 5 വരെ UDFന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ സർവേ വന്നത്. അതിൽ അഴീക്കോടുണ്ട്, ഇരിക്കൂർ, പേരാമ്പ്ര, കണ്ണൂർ, കൂത്തുപറമ്പ്, ഇങ്ങനെ 5ഓളം മണ്ഡലങ്ങളിലാണ് സാധ്യത ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അഴീക്കോടൊക്കെ ശക്തമായ മത്സരം നടന്നതാണ്. ഒരു പക്ഷേ നമുക്കറിയാം, വലിയ തോതിൽ ജനകീയനായ ഒരു MLA എന്നൊക്കെ പേര് നേടിയ സുമേഷാണ് അവിടെ മത്സരിക്കുന്നത്. എത്രത്തോളം ഈ പ്രവചനം ശരിയാവുന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏതായാലും LDF പൂർണ്ണമായും ഇത് തള്ളി ആണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആശ്വാസം വരുന്നതാണ് കാസർഗോഡ് നിന്ന് വരുന്ന വാർത്ത. അതായത് ചരിത്രത്തിൽ വർഷങ്ങളായി ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും കാസർഗോഡ് നേടാൻ സാധിച്ചിട്ടില്ല. ലീഗാണ് മഞ്ചേശ്വരവും കാസർഗോഡും. അത് ഇത്തവണ ഉദുമയും തൃക്കരിപ്പൂറും ഒരു വിജയ സാധ്യത ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ, പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം 4ഓളം സീറ്റുകൾ കാസർഗോഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ ഉദുമയും 1 തൃക്കരിപ്പൂറുമാണ്. ഏതായാലും NDA സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്. മലബാറിൽ 2 സീറ്റുകൾ NDA നേടുമെന്നാണ് പറയുന്നത്. അത് ഒന്ന് പാലക്കാടും അതുപോലെ തന്നെ കാസർഗോഡാണ്. കാസർഗോഡിൽ ഇനി മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും 2ാം സ്ഥാനത്താണ് BJP. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ 2 മണ്ഡലങ്ങളിൽ നടന്നത്. അത് മഞ്ചേശ്വരം ആയിരിക്കുമോ, അത് കാസർഗോഡ് ആയിരിക്കുമോ, അതല്ല 0 മുതൽ 2 എന്നാണ് പറയുന്നത്. സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യം വരും. അത് ഏതായാലും പ്രവചനാതീതം തന്നെ പറയേണ്ടി വരും. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ. നമുക്കറിയാം കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ക്രിസ്ത്യൻ മലയോര മേഖലകളിലൊക്കെ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഫാക്ടർ അത് കൃത്യമായി UDFന് പ്രവർത്തിച്ചു എന്നാണ് മിക്ക പുറത്തു വന്ന ഈ ഒരു സർവേകളും പറയുന്നത്. ഇതിൽ വയനാടൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വയനാട് തൂത്തുവാരുമെന്നാണ് പറയുന്നത്. മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഈ 60-ൽ 40ഓളം സീറ്റുകൾ UDFന് നേടാനായാൽ അത് ഭരണത്തിലെത്താൻ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമാവും. അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഈ LDF പൂർണ്ണമായും തള്ളുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടിപ്പോൾ LDF, CPM പ്രത്യേകിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ പയ്യന്നൂരും തളിപ്പറമ്പും UDF തന്നെ നിലനിർത്തുമെന്ന തരത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. നമുക്കറിയാം പോളിംഗ് സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ വലിയ തോതിൽ ചർച്ചയായ മണ്ഡലങ്ങളാണ് ഇത് രണ്ടും. ഇത് LDFന് തന്നെ ലഭിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോഴും കണ്ണൂർ മണ്ഡലം, അതുപോലെ തന്നെ പേരാവൂർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലം UDFന് ലഭിക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉള്ളത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് ഫലം പ്രവചനാതീതമൊക്കെ പറയാൻ കഴിയുന്ന ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് ഈ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ. അതോടൊപ്പം ഇരിക്കൂർ ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു സീറ്റാണ്. നേരത്തെ തന്നെ വർഷങ്ങളായി UDFന്റെ കയ്യിലുള്ളതാണ്. ഏതായാലും 5 സീറ്റ് വരെ കണ്ണൂരിലും 4 സീറ്റ് വരെ കാസർഗോഡും UDFന് ലഭിക്കുന്നതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ കണ്ണൂരിൽ CH കുഞ്ഞമ്പൂ, അതുപോലെ തന്നെ നീല
നീലകണ്ഠനും തമ്മിൽ മത്സരിക്കുന്നതാണ്. അവിടെ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. കെ സുധാകരൻ മത്സരിച്ചപ്പോൾ പോലും അടിപതറിയ ഒരു മണ്ഡലമാണ് ഉദുമ. അവിടെ ഇത്തവണ വിജയിക്കാനാകും. അതിനോടൊപ്പം തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട്. അവിടെയും UDF വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏതായാലും ഇടതിന്റെ വലിയ കോട്ടയാണ് ഈ തൃക്കരിപ്പൂരൊക്കെ. അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. അതിൽ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ LDF സുരക്ഷിത മണ്ഡലം എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചോളം കാസർഗോഡാണോ മഞ്ചേശ്വരത്താണോ പാലക്കാട്ടാണോ എന്നതാണ് ഏറ്റവും കൗതുകമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂട്ടലും കിഴിക്കലും ഒക്കെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.